ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ളതല്ലേ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ. അപ്പോൾ അതിൻ്റെ അടിഭാഗം അങ്ങനെ നല്ലപോലെ കറുത്തിട്ടുണ്ടാവും അല്ലേ. പാത്രങ്ങൾ എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കാനാകാരം നമുക്കൊക്കെ ഇഷ്ടം. അപ്പോൾ ഈ ഒരു എന്താ പറയുക, അടിഭാഗത്തെ ഒരു കറുപ്പ് വളരെ പെട്ടെന്ന് നമുക്ക് ഇളക്കിക്കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് കൂടുതൽ മെനക്കേടൊന്നും വേണ്ട കേട്ടോ. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ പെട്ടെന്ന് നമുക്ക് ഇളക്കി കളയാൻ പറ്റും. എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരിക്കുമ്പോൾ അതൊരു ഭംഗിയാണല്ലോ കാണാനല്ലേ, പ്രത്യേകിച്ച് നോൺ സ്റ്റിക്കിൻ്റെ പാനുകളൊക്കെ. എത്ര പുതിയതാണെങ്കിലും നമ്മൾ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കറുത്ത പാടുകൾ വരും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബേക്കിംഗ് സോഡ എടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലുള്ളതല്ലേ ബേക്കിംഗ് സോഡ. നമ്മൾ അപ്പാണെങ്കിൽ അതുപോലെ തന്നെ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് നാരങ്ങയാണ് പിഴിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു വലിയ നാരങ്ങയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല നീരുള്ള നാരങ്ങ തന്നെ എടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. ആ നാരങ്ങൻ്റെ ആ ഒരു നീര് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നമുക്ക് പിഴിഞ്ഞു കൊടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാരങ്ങ നീരൊക്കെ നല്ലപോലെ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് വെക്കണം. കാരണം വെച്ചാൽ ഇതിൻ്റെ ആ ഒരു കറകളൊക്കെ ഒന്ന് ഇളകി പോരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒഴിച്ച ഉടനെ നല്ലപോലെ ഉരച്ച് കഴിയാലൊന്നും പോകില്ല. ഇത് കുറച്ച് നേരം വെക്കണം. അപ്പോഴുള്ള ആ കറുത്ത നല്ല എന്താ പറയുക, കട്ടി പിടിച്ച കറകളല്ലേ, അതൊക്കെ ഒന്ന് ഇളകി വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇതിപ്പോൾ ഞാനൊരു 6-7 മാസമായിട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ ഞാനിത് ക്ലീൻ ആക്കിയിട്ടില്ല. അപ്പോൾ ഇതിലും കൂടുതൽ കട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 5 മിനിറ്റ് അല്ല ഒരു 10 മിനിറ്റോളൊക്കെ വെക്കേണ്ടി വരും. ഇപ്പോൾ അതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു നാരങ്ങ ഉണ്ടോ, അതിൻ്റെ ആ ഒരു തൊലി കൊണ്ട് തന്നെ നമ്മൾ ഒന്ന് വരുതി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അല്ലാതെ ഒന്ന് പ്രസ് ചെയ്യൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വരുതി കൊടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഈ നാരങ്ങ തൊലി കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് അരച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് കറകളൊക്കെ ഇളകി വരും. ഇതിൻ്റെ സൈഡ് വശത്തിലും ഉണ്ടാവും ചെറിയ കറകളൊക്കെ. അങ്ങനെ ഇതിൻ്റെ സൈഡ് വശത്തുള്ള ആ ഒരു ചെറിയ കറുത്ത പാട് കണ്ടതാ, ഇതുപോലത്തെ കറുത്ത പാട്. അപ്പോൾ അതൊക്കെ കളയണമെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് വാങ്ങുമ്പോൾ, എക്സോൻ്റെ വിമ്മിൻ്റെയൊക്കെ സോപ്പ് വാങ്ങുമ്പോൾ അതിലുണ്ടാവുമല്ലോ ഒരു സ്ക്രബ്ബർ, അതുകൊണ്ട് ഉരച്ച് കഴിയാൽ മതി കേട്ടോ. അല്ലാതെ നമ്മൾ കമ്പിച്ചകിരി ഇട്ട് ഉരച്ച് കഴിയരുത്, ഇതിൻ്റെ കോട്ടിങ് പോവും. പിന്നെ നല്ലപോലെ ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ ഈ നാരങ്ങത്തൊണ്ടുകൊണ്ട് തന്നെ ഒന്ന് നല്ലപോലെ ഉരച്ച് കഴിഞ്ഞാൽ പോവും കേട്ടോ. പിന്നെ ഇളകി പോവാത്തുണ്ടെങ്കിൽ മാത്രം ആ സ്ക്രബ്ബർ കൊണ്ടൊന്ന് ഉരച്ചാൽ മതി. ഇതിൻ്റെ ആ ഒരു കോട്ടിങ് പോവാതെ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ അതിൻ്റെ സൈഡൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, കോട്ടിങ് ഇല്ലാത്ത ഒരു അടിഭാഗം, അത് നമ്മൾ ഈ കമ്പിച്ചകിരി വെച്ചിട്ട് ഉരച്ച് കഴുകുക കേട്ടോ. നമ്മൾ പാത്രം കഴുകാൻ സോപ്പാണോ അതോ ലിക്വിഡാണോ എന്താ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ച് കഴുകുക. അപ്പോൾ അതിൻ്റെ സൈഡ് വശത്തിലും കൂടെ തട്ടണ്ട, അതിൻ്റെ നടുക്ക് മാത്രം നമ്മൾ ഉരച്ച് കഴുകിയാൽ മതി. പിന്നെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് 1-2 പ്രാവശ്യം ഒന്ന് ഉരച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ മാജിക് പോലെ ഇത് വെട്ടിത്തിളങ്ങുന്നില്ല കേട്ടോ. നമ്മുടെ കറകൾ എത്ര ഉണ്ട് നമ്മുടെ പാത്രത്തിൽ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉരച്ച് കഴുകണം. ഞാനിപ്പോൾ ഇതൊരു 2 മിനിറ്റോളം ഉരച്ച് കഴുകിയിട്ടാണ് നല്ലപോലെ വൃത്തിയായി കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ജസ്റ്റ് ഇപ്പോൾ നമ്മളൊന്ന് ഉരക്കുമ്പോഴത്തേനൊന്നും വൃത്തിയായി കിട്ടില്ല. കൂടുതലുണ്ടെങ്കിൽ ഒരു 5-6 മിനിറ്റ് എടുത്തിട്ട് തന്നെ ഉരച്ച് കഴുകണം. ഇപ്പോൾ ഇതാ ഞാനൊരു 1-2 മിനിറ്റിൻ്റെ അടുത്ത് തന്നെ ഉരച്ച് കഴുകിയപ്പോൾ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട്, നമ്മുടെ കറകളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചെറുനാരങ്ങ നീരും ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്താൽ മാത്രമേ കേട്ടോ ഇതുപോലെ ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കമ്പിച്ചേരി വെച്ചിട്ട് ഉരച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള അഴുക്കുകളൊന്നും പോയി കിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ സൈഡ് വശമൊക്കെ നല്ല ക്ലീൻ ആയിട്ടോ പുതിയതുപോലെ ആയിട്ടുണ്ട്. ഒരു 1-2 മാസം കൂടുമ്പോൾ ഇതുപോലെ ചെയ്യുക. നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 മാസം കൂടുമ്പോഴൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പാത്രങ്ങൾ എപ്പോഴും നല്ലപോലെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം വൃത്തിയായിട്ടുണ്ട് എന്നുള്ളത്. എല്ലാവർക്കും അറിയുന്നൊരു ടിപ്പാണെങ്കിൽ പോലും കുറേ പേർക്ക് അറിയാത്തതുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കൂടുതലൊന്നും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇതുപോലെ ആയി കിട്ടും. അത്യാവശ്യം കറകൾ കൂടുതലുണ്ടെങ്കിൽ നമ്മളൊന്ന് ഉരച്ച് കഴുകേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പാത്രങ്ങൾ ഒരുപാടുണ്ടാവും നമ്മുടെ വീട്ടിലൊക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക.